In this video, we are going to discuss about work in progress calculation. Work in progress വരുന്നതെന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് ഇൻകംപ്ലീറ്റ് ആയിരിക്കുമ്പോഴാണ് വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നത്. ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ ഒരിക്കലും വർക്ക് ഇൻ പ്രോഗ്രസ് വരികയില്ല. വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കാൽക്കുലേഷനെ കുറിച്ചും അത് ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Information is relating to a contract as on 31st March 2015. Our accounting year closing ആണ് 31st March 2015. അപ്പോൾ ബിഗിനിങ് വിൽ ബി 1st April 2014. ഓക്കെ, ഇനി അടുത്ത തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ ഇസ് കോൺട്രാക്ട് പ്രൈസ് 10 lakh rupees ആണ് കോൺട്രാക്ടറും കോൺട്രാക്റ്റിയും എഗ്രി ചെയ്തിരിക്കുന്ന പ്രൈസ്. പിന്നീട് വർക്ക് സർട്ടിഫൈഡ് ആസ് ഓൺ 31st March 2015. വർക്ക് സർട്ടിഫൈഡ് ഇസ് ഗിവൻ ഡയറക്ട്ലി 6 lakh. അല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമൊന്നും വേണ്ട, ഇവിടെ തന്നിട്ടുണ്ട് 6 lakh. വർക്ക് സർട്ടിഫൈഡ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പോർഷൻ ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ബൈ ദി കോൺട്രാക്ടർ ആൻഡ് ഇറ്റ് ഇസ് സർട്ടിഫൈഡ് ബൈ ദി കോൺട്രാക്ടർ. അതായത് കൺസ്ട്രക്ഷൻ കമ്പനി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് അത് ആര് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്ത് കോൺട്രാക്റ്റ് കണ്ട്, അതായത് ക്ലയൻറ്റ് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണ് 6 lakh rupeesൻ്റെ വർക്ക്. പിന്നീട് വർക്ക് അൺസർട്ടിഫൈഡും ഉണ്ട്. ഇവിടെ ഞാൻ അൺസർട്ടിഫൈഡ് എന്ന് എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വർക്ക്സ് അൺസർട്ടിഫൈഡ് ആണ് as on 31st March 2015. that is 1 lakh. Work uncertified എന്ന് പറഞ്ഞാൽ എന്താണ്? It's a portion of work completed by the കോൺട്രാക്ടർ കംപ്ലീറ്റ് ചെയ്ത വർക്കാണ്, പക്ഷേ അത് ആര് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതുവരെയും? കോൺട്രാക്റ്റി, ക്ലയൻറ്റ് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അത് 1 lakh rupees ഉണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും ഡയറക്ട്ലി തന്നിട്ടുണ്ട്, കാൽക്കുലേഷൻ ഒന്നും തന്നെ വേണ്ട. പിന്നീട് അഡ്വാൻസ് റെസീപ്റ്റ് ഫ്രം കോൺട്രാക്റ്റ് 4,80,000. അതായത് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 10 lakh rupees അല്ല, അതിൽ 4,80,000 rupees ആര് കൊടുത്തു കഴിഞ്ഞു? കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞു. കാരണം കോൺട്രാക്ടർ കുറേയേറെ ജോലികൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും ഒക്കെ ഇല്ലയോ. പിന്നീട് ഈ കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റാണ് അടുത്ത് തന്നേക്കുന്നത്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് 3 lakh rupees. അതായത് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും ഇതൊരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റാണ്. ഇത് പ്രിപ്പയർ ചെയ്തപ്പം അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 rupees ആണ്. 3 lakh rupees ആണ്. ഈ 3 lakh rupeesന് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്നേ വിളിക്കുകയുള്ളൂ, കാരണം ഇത് ഒരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റാണ്. അപ്പോൾ 3 lakhന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലൊരു പോർഷൻ കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് ആയിട്ട് കരുതാം. വി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് ടു P&L അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് പോർഷൻ ഷുഡ് ബി കെപ്റ്റ് ആസ് റിസർവ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. കാരണം ഇത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്താലേ ഇതിൻ്റെ ഫുൾ എമൗണ്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് കരുതാൻ പാടുള്ളൂ. കംപ്ലീറ്റ് ചെയ്യാത്തിടത്തോളം നമ്മൾക്ക് ആ മുഴുവൻ പ്രോഫിറ്റും കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റായിട്ട് എടുക്കാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പോൾ അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിവൈഡ് ചെയ്ത്. അതിന് ഡിവിഷൻ ഒരു റൂളൊക്കെ ഉണ്ട്, അത് ഇനി വരുന്ന വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ 3 lakhൽ 1,60,000 ആണ് P&L ട്രാൻസ്ഫർ ചെയ്യേണ്ട പ്രോഫിറ്റ്. ഇത് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ടു P&L. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന 3 lakhൽ 1,60,000 rupees P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അത് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് ആയിട്ട് തന്നെ നമ്മൾക്കതിനെ കരുതാം. പിന്നീട് ബാലൻസ് 1,40,000 അല്ലേ, അതെന്തായിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് റിസർവ്. ദാറ്റ് ഇസ് 1,40,000. അപ്പോൾ ഈ 3 lakhനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. 3 lakh is a notional profit. It is splitted and some portion is kept in reserve. Kept as reserve, that is 1,40,000. ബാക്കി കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് 1,60,000 കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് ആയിട്ട് കരുതുകയും ചെയ്യും. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ദെൻ യു ഹാവ് ടു പ്രിപ്പയർ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ആൻഡ് ദെൻ യു നീഡ് ടു ഷോ ദി ഐറ്റംസ്, ഹൗ ദി ഐറ്റംസ് വിൽ അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഈ 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. First of all, we need to find work in progress. Then you have to prepare work in progress account. Then you need to show the items that will appear in the balance sheet. ഈ തന്നിരിക്കുന്നതിൽ എന്തൊക്കെ ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ വരും? എല്ലാം ഒരു കംപ്ലീറ്റ് ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ തന്നിരിക്കുന്നതിനകത്ത് എന്ത് വരും? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോമാറ്റ് എല്ലാം ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ കാൽക്കുലേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്ത് രണ്ടും കൂടെ ചേരുന്നതാണ്? വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. വർക്ക് സർട്ടിഫൈഡ് is given in your question as 6 lakh. Then work uncertified is also given, that is 1 lakh. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുന്നതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് 7 lakh. ഈ 7 lakh rupees ആണ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഫിഗർ.
ഓക്കെ. പിന്നീട് അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എമൗണ്ട് കെപ്റ്റ് ആസ് റിസർവ്. അതായത് പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ 3 lakh ആയിരുന്നു പ്രോഫിറ്റ് കിട്ടിയത്, അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ റിസർവിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയില്ലല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ആ ഫുൾ പ്രോഫിറ്റ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ റിസർവിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് 1,40,000. സോ യു നീഡ് ടു ഡിഡക്ട് ദാറ്റ് മൈനസ് എമൗണ്ട് കെപ്റ്റ് ആസ് റിസർവ് 1,40,000. ഈ കിട്ടുന്നതാണ്. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 7 lakh മൈനസ് 1,40,000 ഇസ് rupees 5,60,000. ഇതിനെ നമ്മൾ വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും. ഇത് ഗ്രോസ് വാല്യൂ മാത്രമാണ്. ഇനി നെറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഗ്രോസ് വാല്യൂ എന്ന് പറയുന്നത് 5,60,000. അപ്പോൾ ഈ 5,60,000 വർക്കാണ് ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് എമൗണ്ട് തന്നിട്ടുണ്ട്. കോൺട്രാക്ടർ കുറച്ച് പൈസ തന്നിട്ടുണ്ട്. എത്ര രൂപ തന്നിട്ടുണ്ട്? 4,80,000 rupees തന്നിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ലെസ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റി. അതായത് 5,60,000 നിന്നും നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്യണം? 4,80,000 നമുക്ക് ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്രയേ ഉള്ളൂ? വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 80,000. അതായത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് കിട്ടാതെ നിൽക്കുന്ന പൈസ എന്ന് പറയുന്നത്, ഫിഗർ എന്ന് പറയുന്നത് 80,000. അപ്പോൾ ഈ 80,000 ആണ് യഥാർത്ഥത്തിൽ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ട ഫിഗർ. നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മൾ ഓൾറെഡി വർക്കൊക്കെ ചെയ്തതിൻ്റെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞു. കിട്ടാത്ത പോർഷൻ എത്രയേ ഉള്ളൂ? 80,000 rupees. അതിനെയാണ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. വി ഹാവ് കാൽക്കുലേറ്റഡ് ദ നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. നൗ വി നീഡ് ടു പ്രിപ്പയർ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. T ഫോമിലെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ആദ്യം എന്താ ചെയ്യേണ്ടത്? കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കണം. ദെൻ ഓൺലി വി വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റ്. അപ്പോൾ ആ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ജേർണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെറ്റർ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്നാണ് വരുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്തൊക്കെ ചേരുന്നതാണെന്ന് ഓർത്തോണം. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. അപ്പോൾ ആ എൻട്രി എഴുതാം. എൻട്രീസ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെറ്റർ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്. സോ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്. അതിന് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന വർക്ക് സർട്ടിഫൈഡ് 6 lakh, വർക്ക് അൺസർട്ടിഫൈഡ് 1 lakh, ദാറ്റ് ഇസ് 7 lakh. അതാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഇനി എന്താണ്? ഇനി നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ വരുന്ന മറ്റൊരു ആസ്പെക്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ഇൻ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റായ 3 lakhൽ ഒരു പോർഷൻ നമ്മൾ എന്തായിട്ട് കീപ്പ് ചെയ്യും? റിസർവായിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ എൻട്രിയും വരും. ദാറ്റ് എൻട്രി വിൽ ബി കോൺട്രാക്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് എമൗണ്ട് കെപ്റ്റ് ആസ് റിസർവ്. എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. കോൺട്രാക്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വർക്ക് ഇൻ പ്രോഗ്രസ്. അതുകൊണ്ട് ഇവിടെ എഴുതാം കോൺട്രാക്റ്റ് അക്കൗണ്ട്, ബ്രാക്കറ്റിൽ എന്ത് എഴുതാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി? പ്രോഫിറ്റ് കെപ്റ്റ് ആസ് റിസർവ്, ദാറ്റ് ഇസ് 1,40,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ഫിഗേഴ്സാണ്. ഇത് വർക്ക് സർട്ടിഫൈഡ് അൺസർട്ടിഫൈഡ് ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ഡെബിറ്റ് സൈഡ് ആൻഡ് പ്രോഫിറ്റ് കെപ്റ്റ് ആസ് റിസർവ് ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ക്രെഡിറ്റ് സൈഡ്. ഇത്രയേ ഉള്ളൂ. പോസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഫറൻസ് എടുക്കാം. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ടോട്ടലാണ് ഹയർ, ദാറ്റ് ഇസ് 7 lakh. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എത്രയേ ഉള്ളൂ? 1,40,000. സോ 7 lakh മൈനസ് 1,40,000 ഇസ് 5,60,000 ആൻഡ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആസ് ബാലൻസ് CD. ബാലൻസ് ഷീറ്റിൽ പോകുന്നതല്ലേ. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു അസെറ്റാണ്. അസെറ്റ്സ് ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. ബാലൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. സോ യു ഷുഡ് റൈറ്റ് ഇറ്റ് ആസ് ബാലൻസ് CD. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തതാണ് 5,60,000. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഫിഗർ അല്ല ബാലൻസ് ഷീറ്റിൽ വരുന്നത്. ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 5,60,000 നിന്നും എന്തും കൂടെ അങ്ങ് ഡിഡക്റ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു പോർഷൻ നമുക്ക് കിട്ടിയതാണ്, പൈസ കിട്ടിയതാണ് 4,80,000. അപ്പോൾ ബാക്കിയേ ഉള്ളൂ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ അക്കൗണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് 6 വർക്ക് സർട്ടിഫൈഡ് അൺസർട്ടിഫൈഡും കൂടെ ആഡ് ചെയ്യുമ്പം 7 lakh. ഈ 7 lakh ആണ് ഡെബിറ്റ് സൈഡിൽ വന്ന ഫിഗർ. പിന്നീട് എമൗണ്ട് കെപ്റ്റ് ആസ് റിസർവ് ആണ്, അത് 1,40,000 ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് ഇത് ഡിഫറൻസ് എടുത്തപ്പോൾ 5,60,000. ഇതാണ് വാല്യൂ ഓഫ് ഗ്രോസ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 5,60,000. ഇതാണ് ബാലൻസ് CD എന്നും പറഞ്ഞ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ വരുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഇവിടെ കൊണ്ട് തീർന്നു. കണ്ടോ 5,60,000.
ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ. ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഷീറ്റും കൂടെ. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ ഏത് വാല്യൂ കാണിക്കാൻ പാടില്ല. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു ഐറ്റം മാത്രമേ ബാലൻസ് ഷീറ്റ് വരത്തുള്ളൂ. മറ്റൊരു അസറ്റോ ലയബിലിറ്റി ഒന്നും നമുക്കറിയില്ല. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആകെപ്പാടെ ഒരു അസറ്റിനെ കുറിച്ച് അറിയുകയുള്ളൂ. ദാറ്റ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഫൈനൽ വാല്യൂ നമ്മൾ എഴുതണം. ഫൈനൽ വാല്യൂ എഴുതണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് 80,000 എഴുതായിരുന്നു. ഞാൻ വീണ്ടും ഒന്നും കൂടെ ബാലൻസ് ഷീറ്റിൽ ഈ ഫിഗേഴ്സ് എല്ലാം കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ദാണ്ട് ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റിൽ മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് 6 lakh പ്ലസ് വർക്ക് അൺസർട്ടിഫൈഡ് 1 lakh. ഇവിടെ അൺസർട്ടിഫൈഡ് എന്ന് എഴുതണം, ഞാൻ അറിയാതെ സർട്ടിഫൈഡ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. വർക്ക് അൺസർട്ടിഫൈഡ് 7 lakh. അതിൽ നിന്നും എന്ത് ഡിഡക്റ്റ് ചെയ്യണം? എമൗണ്ട് കെപ്റ്റ് ആസ് റിസർവ് 1,40,000 ഡിഡക്റ്റ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ഗ്രോസ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, ദാറ്റ് ഇസ് 5,60,000. ഇതാണ് ഈ 5,60,000 ആണ് നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ കിട്ടിയ ഫിഗർ. അതുമല്ല, അത് കഴിഞ്ഞ് വീണ്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്ത് ചെയ്യണം? ഇതിൽ നമുക്ക് കുറച്ച് എമൗണ്ട് കോൺട്രാക്റ്റ് പേ ചെയ്തതാണ്. ഇപ്പോൾ 4,80,000 അതും കഴിച്ച്, കാരണം 4,80,000 കിട്ടിയതല്ല, അത് ക്യാഷ് അക്കൗണ്ടിൽ കയറി പോകും. അതുകൊണ്ട് ഇവിടെ വീണ്ടും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ 4,80,000 കിട്ടി. ഇനി ബാക്കി വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ സെറ്റായിട്ട് എത്രയേ ഉള്ളൂ? 80,000 നമുക്കിനി കിട്ടാനുള്ളൂ. അതാണ് ഫൈനൽ ഫിഗർ 80,000. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ വർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ വെറുതെ വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 80,000 എന്നങ്ങ് എഴുതായിരുന്നു. പക്ഷേ നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ബാലൻസ് ഷീറ്റിലെ എല്ലാ ഐറ്റംസും ആ വർക്കിംഗ് കാണിച്ചങ്ങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ. അപ്പോൾ ഇതൊന്ന് തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഐഡിയ കിട്ടാത്ത ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ്, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് 3 lakh കിട്ടി. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് പോർഷൻ P&L കൊണ്ടുപോയി കുറച്ച് പോർഷൻ റിസർവായിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ കീപ്പ് ചെയ്തു എന്ന് പറയുന്ന അവിടെ മാത്രമേ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരേണ്ടതായിട്ടുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ പറയും. ഇവിടെ ഇപ്പോൾ തന്നിട്ടുണ്ടായതുകൊണ്ട് നമ്മളൊന്നും ബോധ ചെയ്യേണ്ട കാര്യമില്ല. ഫിഗർ അങ്ങ് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.